എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ടൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ഓണം റിലീസായി തിയേറ്ററുകളിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്റർ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 14ാം ദിവസമാണ് ഇന്ന്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 14ാം ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററുകളിൽ ഇടിമുഴക്കം പോലെ ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ചുകൊണ്ട് 14ാം ദിവസവും മുന്നേറുകയാണ് DQവിന്റെ നിർമ്മാണ കമ്പനിയിലെത്തിയ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇന്ന് 14ാം ദിവസം ബുധനാഴ്ചയും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗിൽ കുതിപ്പ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയുടെ ഓരോ മണിക്കൂറിലും ലോകയുടെ പേരിൽ വിറ്റുപോകുന്നത് ഏകദേശം 8.96K ടിക്കറ്റുകളാണ്. അതോടൊപ്പം തന്നെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും മലയാളത്തിലെ മോളിവുഡിലെ ഓരോ സിനിമകളുടെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോക മുന്നേറുന്നു. ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരു മലയാള ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ലോക ഇപ്പോൾ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. മഞ്ഞുമ്മൽ ബോയ്സ് 64.10 CR ആണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ആ ഒരു ചിത്രം നേടിയത്. 2ാം സ്ഥാനത്തുള്ള ലോക ആദ്യ 13 ദിവസങ്ങൾ കൊണ്ട് 13.6 CR ആണ് നേടിയെടുത്തിരിക്കുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ആവേശമാണ്. 10.7 CR ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ളത് പ്രേമലു ആണ്. 10.75 CR ആണ് ചിത്രം സ്വന്തമാക്കിയത്. 5ാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. 9.3 CR ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ലോകയുടെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ആദ്യ 12 ദിവസങ്ങൾ കൊണ്ട് ടോട്ടലായി നേടിയിരുന്നത് 64 CR ആണ്. ഇന്നലെ 13ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലോക സ്വന്തമാക്കിയത് 4.18 CR-ഉം. അങ്ങനെ ടോട്ടൽ 13 ദിവസങ്ങൾ കൊണ്ട് 68.18 CR ആണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ 14ാം ദിവസമായ ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1549 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് വർക്കിംഗ് ഡേയിലും 1,63,000 പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 42%. ഇന്ന് ഇതുവരെ 50-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും 80-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 300-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന്റെ പേരിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിലവിൽ ഈ സമയം വരെയുള്ള കേരള ട്രാക്കിംഗ് കളക്ഷൻ 2,67 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ചിത്രം ഇന്ന് എന്തായാലും 3.5 കോടി 4 കോടി റേഞ്ചിലൊരു കളക്ഷൻ കേരള കളക്ഷൻ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 14 ദിവസങ്ങൾ കൊണ്ട് 72 കോടി റേഞ്ചിൽ എത്താനൊരുങ്ങുകയാണ്. ആദ്യ 13 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരം ബോക്സ് ഓഫീസിൽ നിന്നും ലോക നേടിയെടുത്തത് 202 കോടിയാണെങ്കിൽ ഇന്നത്തോടെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 207 കോടി പിന്നിടാനും ഒരുങ്ങുന്നു. വരും ദിവസങ്ങളിൽ ലോക ബോക്സ് ഓഫീസിൽ മലയാളത്തിലെ പല സിനിമകളുടെയും റെക്കോർഡ് തകർക്കുമെന്നുള്ള സൂചന തന്നെയാണ് തന്നിരിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.